സമുദ്രം മനോഹരമാണെന്ന് പറയുന്നു, സമാധാനപരവും ജീവൻ നിറഞ്ഞതും. പക്ഷേ അതിൻ്റെ ഉപരിതലത്തിന് കീഴിൽ ഒളിഞ്ഞിരിക്കുന്ന വളരെ ഇരുണ്ട ഒരു സത്യം, ഭൂമിയിലെ ഏറ്റവും വലിയ ശ്മശാനം. സമുദ്രം നമ്മുടെ ഗ്രഹത്തിന് 70% ഭാഗം മൂടിക്കിടക്കുന്നു. ഇത് വിപുലവും രഹസ്യങ്ങളാൽ നിറഞ്ഞതും അപകടകരവുമാണ്. ഇതിൽ 80% പ്രദേശം ഇതുവരെ ആരും പഠിച്ചിട്ടില്ല. അതിനർത്ഥം അതിൻ്റെ ഇരുണ്ട അടിത്തട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. നൂറ്റാണ്ടുകളായി കൊടുങ്കാറ്റുകൾ ആയിരക്കണക്കിന് കപ്പലുകൾ മുഴുവനായും വിഴുങ്ങി. ചരിത്രകാരന്മാർ കരുതുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ 3 മുതൽ 4 ദശലക്ഷം വരെ മുങ്ങിയ കപ്പലുകൾ കിടക്കുന്നു. അവയിൽ പലതും ഇന്നും മടങ്ങി വരാത്ത നാവികരുടെയും സൈനികരുടെയും യാത്രക്കാരുടെയും അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നൂറുകണക്കിന് യുദ്ധക്കപ്പലുകളും സബ്മറൈനുകളും മുങ്ങിപ്പോയി. മുഴുവൻ ജീവനക്കാരും ഒരൊറ്റ നിമിഷത്തിൽ ഇല്ലാതായി. പഴുത്ത ഇരുമ്പ് ശവകുടീരങ്ങളിൽ അവരുടെ ശരീരങ്ങൾ ഇന്നും വിശ്രമിക്കുന്നു. അതിൽ ദുരന്തങ്ങൾ അവസാനിച്ചില്ല. 2014 മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് MH370 239 പേരുമായി കാണാതായി. തിരച്ചിൽ സംഘം മാസങ്ങളോളം തിരഞ്ഞു, പക്ഷെ സമുദ്രം അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. ഇന്നുവരെ വിമാനവും ആളുകളും കണ്ടുകിട്ടിയിട്ടില്ല. കടലിൽ ആരെങ്കിലും മരിച്ചാൽ ശരീരം പലപ്പോഴും ആഴത്തിലേക്ക് മുങ്ങും. തണുത്ത വെള്ളവും ഓക്സിജന്റെ കുറവ് മൂലം ചില മൃതദേഹങ്ങൾ പതിറ്റാണ്ടുകളോളം സംരക്ഷിക്കുന്നു. മറ്റുള്ളവ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ജീവികൾ കഴിച്ചു തീർക്കും. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറിയാന ഗർത്തം പോലുള്ള സ്ഥലങ്ങളിൽ പോയ എന്തും ശാശ്വതമായി നഷ്ടപ്പെടും. കടൽ തീരത്തെത്തുന്ന ഓരോ തരംഗവും മരണത്തിന്റെ ഒരു സ്ഥലം സ്പർശിച്ചിട്ടുള്ളതാണ്. ഓരോ ആകാശരേഖയും നമ്മൾ ഒരിക്കലും അറിയാൻ കഴിയാത്ത രഹസ്യങ്ങൾ മറച്ചിരിക്കുന്നു. സമുദ്രം ജീവന്റെ വീട് മാത്രമല്ല, മരണത്തിന്റെ കാവൽക്കാരനുമാണ്. അതിനാൽ ഇനി നിങ്ങൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഓർമ്മിക്കുക, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം നോക്കി നിൽക്കുകയാണ്. അവിടെ താമസിക്കുന്ന ചിലർ അടിത്തട്ടിൽ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും.